ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തായ്ലൻഡിലെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടാ അങ്ങനെ നാട്ടിലെത്തി. കുറച്ച് ദിവസമായി നമ്മൾ നാട്ടിലെത്തിയിട്ട്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ്. പാലക്കാടാണ് പോകുന്നത് കേട്ടോ. ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പാലക്കാടെന്ന് കേട്ടിട്ടുണ്ട്. കറക്റ്റ് ഒരു 9 o'clock ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ റോഡിൻ്റെ ഇരുവശത്തും അടിപൊളി സീനറീസാണ്. ഇപ്പോൾ ഈ കാണുന്ന മലകളൊക്കെ അതിരമ്പള്ളിയുടെ ആ ഒരു ഭാഗമാണ്. അടിപൊളി വഴിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുതിരാൻ ടണലിൽ കയറാൻ പോവാണ്. പണ്ടൊരിക്കൽ കോയമ്പത്തൂർ പോയ ടൈമിലാണ് ഈ ഒരു ടണലിൽ കയറിയത്. ഇപ്പോൾ ഇത് ഒരുപാട് മാറി. നമ്മൾ എത്തിയിട്ടില്ല. പാലക്കാട് ഓൺ ദി വേ ആണ്. ഇടയ്ക്ക് ചായ കുടിക്കാൻ അവിടുന്ന് നല്ല അടിപൊളി ചൂട് ചിപ്സും ചക്കവറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിസ്ക്കറ്റും അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പേരെനിക്ക് മറന്നുപോയി. പോകുന്ന വഴിയിൽ ഇതുപോലെ കുറേ ഇടത്ത് നമുക്ക് പാടങ്ങളും വയലുകളൊക്കെ കാണാം. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങിയത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കുടിലിടം എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കുടിലിടത്താണ്. ഇവിടെ നല്ല സീനറി ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് കാണാനുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്പോട്ട്സ് ഉണ്ട്. കയറി ചെല്ലാൻ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിലെ ഈ ഒരു ബോർഡ് കണ്ടോ, ഇത് കൊല്ലങ്കോട് പ്രധാനമായിട്ടും കാണേണ്ട സ്ഥലങ്ങളാണ്. ഇവിടെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. തവള കിണർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 40 അടി താഴ്ചയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തവളകളുണ്ട്. ഇങ്ങനെയുണ്ടല്ലേ കളറൊക്കെ കാണാൻ. ഫോട്ടോക്കാരുടെയൊക്കെ മെയിൻ സ്പോട്ടും കൂടെയാണിത്. ഞങ്ങൾ പോയത് ഒരു മോർണിംഗ് ടൈമിലാണ്. വെയിലായിരുന്നെങ്കിൽ കൂടിയും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പാലക്കാട് നിന്ന് മടങ്ങിയപ്പോൾ ഈവനിങ് ടൈമായി. ഈവനിങ് ടൈമിൽ ഇതുവഴി കവർ ചെയ്തിട്ടാണ് പോയത്. ആ ഒരു ടൈമിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ പാലക്കാട്. കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമുക്ക്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ വീണ്ടും ഒന്ന് കടന്നു പോയതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈസൂക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എല്ലാം പച്ചപ്പും സൂര്യകാന്തിയും എല്ലാം കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടമായി. ഇതുപോലെ ഏർമാടം സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ശരിക്കും കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒന്നാണ്. ഈ കുടിലിടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. കുടിലിടത്തെ കാഴ്ചകളും കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നല്ല രീതിയിൽ ക്ഷീണിച്ചു. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഈ ഒരു ഹോട്ടലിലാണ്. കയറി ചെല്ലുന്ന ടൈമിൽ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. അവിടെ ക്യൂ നിന്ന് കഴിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. കൊല്ലങ്കോട് പോകുമ്പോൾ ഈ ഒരു സ്പോട്ട് ആരും മിസ് ചെയ്യരുത്. അവിടെ ഊണ് മാത്രമല്ല, നെയ്ച്ചോറും ചിക്കനും ഒക്കെ ഉണ്ട്. ഫുഡ് ഇഷ്ടമായോ? കഴിച്ചോ? ചോറുണ്ട് വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. കൂടാരം പോലെ ധാരാളം ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണിത്. ഇവിടെ വെച്ചിട്ടാണ് ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏകലവ്യ ആശ്രമത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. എന്തിനാ ഈസ കരഞ്ഞ? പോകുന്ന വഴിയിൽ നല്ല നാടൻ മാങ്ങയും ചക്കയൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഭംഗിയല്ലേ കാണാൻ. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മയിലിനെ കണ്ടു. കുറച്ചു നേരം മയിലിനെയൊക്കെ നോക്കി അവിടെ നിന്നു. ഇനിയിപ്പം നേരെ പോകുന്നത് നെല്ലറയിലേക്കാണ്. പണ്ട് കാലത്തെ കർഷകർ നെല്ലൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു
അറയാണിത്, നെല്ലറ. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം കാണാൻ തന്നെ ഇല്ല അല്ലേ. നെല്ലറയുടെ ഉൾഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. ധാരാളം മുറങ്ങൾ, പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, നെല്ല്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഈ ഒരു നെല്ലറ പത്തായപ്പുര എന്നും അറിയപ്പെടും കേട്ടോ. ഇത് മെയിനായിട്ടും കർഷകർ നെല്ല് സൂക്ഷിക്കാനും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അറയും കൂടെയാണിത്. ഇതും നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് നെല്ലാണ് കേട്ടോ, നെല്ലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ നെല്ലറയുടെ ഒരു ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് നായ നെല്ലിക്ക എന്നാണ് അവർ പേര് പറഞ്ഞത്. പിന്നെ കപ്പലണ്ടി, മുറുക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇത് ഞാൻ നെല്ലിക്ക കഴിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. ഇനി പോകുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. പാലക്കാട് വന്നിട്ട് ഈ ഒരു ചായക്കടയിൽ കയറാതെ ആരും പോവരുതല്ലോ. ഇതാണ് കേട്ടോ ചെല്ലഞ്ചേട്ടൻ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണുക. പഴയകാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു ചായക്കടയായിരുന്നു. അടിപൊളിയാണ്. അവിടെ നിന്ന് നല്ല സ്ട്രോങ് ചായയും അതുപോലെ ചൂട് കടികളൊക്കെ കഴിച്ചു. പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് തീരാൻ ശരിക്കും ഒരു ദിവസം ഒന്നും പോരാ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. മസനഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറയും പോലെ നമ്മൾ പാലക്കാട് എന്നിട്ട് പൊള്ളാച്ചി വഴി പോവാണ്. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് കരിക്ക് കണ്ടപ്പം അതും കുടിച്ചു. ഇനിയിപ്പം നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ രാത്രി 9-10 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഇനി പാലക്കാട് നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇത്രയാണ് നമ്മൾ പാലക്കാട് നിന്ന് മേടിച്ചത്. പാലക്കാടിലെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.